ഹരി ഓം. അപ്പൊ നമ്മള് പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകുമ്പം പൈത്തോഗറിയൻസ് ഇത് പറഞ്ഞപ്പം പൈത്തോഗറിയൻ തിയറം വെച്ച് റെഫറൻസ് ആയിട്ട് പറഞ്ഞപ്പം നമ്മൾ അതിന് മുമ്പേ പറഞ്ഞ ഇൻഡക്ഷനും ഡിഡക്ഷനും ആർ പ്രോസസ്സസ് ഓഫ് തിങ്കിങ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഇൻഫറൻസ് കിട്ടുന്നു, അതൊരു റൂൾ ആകുന്നു, അല്ലെങ്കിൽ ലോ ആകുന്നു, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് ആകുന്നു. പിന്നെ ആ റൂളോ ആ ഹൈപ്പോത്തസിസോ ആ ആക്സിയോം അല്ലെങ്കിൽ ആ പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ ആ തിയറം അത് വെച്ചിട്ട് തിരിച്ച് വേറെ രീതിയിൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു പിന്നെ ട്രൂത്ത് ബാക്ക്വേർഡ് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ രണ്ട് കാര്യവും ഇൻഡക്ഷനും ഡിഡക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഉദാഹരണം, കുട്ടികൾ ഡയഗ്രാംസ് വരച്ച് അതിൽ നിന്ന് അവർക്ക് പിന്നെ പൈത്തോഗറിയൻ തിയറം കിട്ടുന്നു. ആ തിയറം പിന്നെ ആ തിയറം പിന്നെ അവരത് പഠിക്കുന്നു. അതായത് ഒരു ട്രൂത്ത് ആയിട്ട് that proof which they get, the truth or the proof that the area of the squares on the sides is equal to the area of the square on the hypotenuse. അത് ഒരു ആക്സിയോം അല്ലെങ്കിൽ ഒരു പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ ഒരു തിയറം ആയിട്ട് വരുമ്പം അത് അവര് അങ്ങനെ by using the mathematical logic, expert geometric എന്ന് പറയുന്ന യൂസിങ് ദ മാത്തമാറ്റിക്സ് ലോജിക് അവർ കണ്ടെത്തിയത് അത് ഒരു തിയറമായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ആ ടീച്ചർ തിയറം ഉപയോഗിച്ചിട്ട് കുട്ടികളെ ഇതേ ട്രൂത്ത് തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ പോയിട്ട് കണ്ടെത്താനും സഹായിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനായാലും ഇൻഡക്ഷൻ ആയാലും ഡിഡക്ഷൻ ആയാലും അവിടെ ഉണ്ടാവുന്നത് മാത്തമാറ്റിക്സും പിന്നെ ഒരു ലോജിക്കും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യം മാത്തമാറ്റിക്സും ലോജിക്കും ഇവിടെ നടന്ന സംഭവം, അതായത് രണ്ടായിട്ട് എങ്ങനെയാ കണ്ടത്, അതായത് ഇൻഡക്ഷനും ഡിഡക്ഷൻ ആ തലത്തിൽ നിന്ന് കണ്ടത്, അത് will be approaching each that should come together on that pole of the two poles of the vertical axis. അതില് ആ പോളില് അതുവഴി അതായത് എമാനന്റ് ആൻഡ് ട്രാൻസെൻഡന്റൽ ആയിട്ട് ഉള്ള ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ രണ്ട് മാത്തമാറ്റിക്സും ലോജിക്കും മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ വേണം നോളജ് ഇതിനെക്കുറിച്ച് വേണ്ടിയത്. ആ എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഇമാനന്റ് ആൻഡ് ട്രാൻസെൻഡന്റ്. അപ്പൊ ഈ രണ്ട് പ്രൂഫ് thus meet in one neutral certitude at the core of the consciousness. Immanent എന്ന് പറയുന്ന അന്തർലീനമായിട്ടുള്ളതും ട്രാൻസെൻഡന്റ് എന്ന് പറഞ്ഞാൽ മനോവ്യവഹാരത്തിന് അതീതമായിട്ടുള്ളത്. അപ്പൊ ആ കോൺഷ്യസ്നെസ് ലെവലിലോട്ട്, ഇന്നർ കോൺഷ്യസ്നെസ് ലെവൽ എന്നാണ് അതിന്റെ ഹിന്റ്. സോ ടു പ്രൂഫ്സ്, ഈ രണ്ട് സത്യങ്ങൾ എങ്ങനെയാണ് ഇൻഡക്ഷൻ വഴി ആയാലും ഡിഡക്ഷൻ വഴി ആയാലും കിട്ടിയ ഒറ്റ ആ പ്രൂഫ്സ് അത് they meet in that core of consciousness. അങ്ങനെ കിട്ടുന്ന പ്രൂഫ് സത്യം, this certitude having a subjective transcendental come immanent order of its own properly belongs to the normative science of the absolute. അപ്പോൾ ഈ ഓരോ വ്യക്തികളും ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അവരാണ് ഈ ട്രാൻസെൻഡന്റൽ കം എമാനന്റ് സബ്ജക്റ്റീവ്സ്. അപ്പൊ അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു മണ്ഡലം ദാറ്റ് ഇസ് ദ കോർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ആ ഒരു മണ്ഡലമാണ് ഏകദേശം ഈ നോർമേറ്റീവ് സൈൻസ് ഓഫ് ദ ആബ്സല്യൂട്ട്. കാരണം ചിന്തിക്കുന്നതും ഒക്കെ ആ ഒരു തലത്തിലായിരിക്കും ചിന്തിക്കുന്നത്. ചിന്ത എന്ന് പറയുന്നത് ഇമ്മനന്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? സംതിങ് വിച്ച് ഇസ് വെരി മച്ച് inherent
എക്സിസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് വിതിൻ, ഉള്ളിലുള്ളതാ ഇമാനന്റ്. എക്സിസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് വിതിൻ, ഇൻഹെറന്റ്. എന്നാൽ ട്രാൻസെൻഡന്റൽ മീൻസ് അത് അതിര് കടക്കുന്നതാണ്. അപ്പം ഇത് കുറച്ചുകൂടി ഇങ്ങനെ പറയുവാണെങ്കിൽ മനോവ്യവഹാരത്തിന് അതീതമായത്. അപ്പം മനോവ്യവഹാരത്തിന് അതീതമായി പോകുന്ന ഒരു മേഖല എന്തായിരിക്കും? ട്രാൻസെൻഡന്റൽ, ഗോയിങ് ബിയോണ്ട് ദ മൈൻഡ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ കോൺഷ്യസ്നെസ്. അപ്പം ശരിക്കും പറയുന്നത് ഇത് കോൺഷ്യസ്നെസ് ഇതിലേക്ക് ആ ട്രൂത്ത് സയന്റിഫിക് പ്ലെയിനിലേക്ക് കൊണ്ടുവരും. സമഗ്രമായ ഹോൾസമായ ഒരു ചിന്താ സെന്റർ. ഒരിടത്ത് നമ്മൾ നോക്കിയാല് ഇപ്പൊ ട്രാൻസെൻഡന്റൽ എന്ന് നമുക്ക് പറയുമ്പം അവിടെ നമുക്ക് മനസ്സിനെ ഫോർ എക്സാമ്പിൾ നമുക്ക് കൊണ്ടുവരാം. പിന്നെ ബുദ്ധി, അതാണ് അവിടെ സബ്ജക്റ്റീവ് ആസ്പെക്റ്റിൽ. ഇപ്പൊ ഒരു കുട്ടി വന്ന് അവന് ആ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അവൻ അവലോകനം ചെയ്യുകയാണ്. അപ്പം ഈ പറയുന്ന സ്ക്വയർസും ഒക്കെ വെച്ചിട്ട് അപ്പം ഹീസ് യൂസിങ് ഇന്റലക്ട് അവിടെ വരികയാണ്. എന്നാല് ഈ തിയറംസ് അല്ലെങ്കിൽ ഈ ഇതെന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അത് നമ്മൾ ഒരു മൈൻഡ് ഇത് ഒരു ലെവലിൽ നിന്ന് അതിന്റെ സെർട്ടിറ്റ്യൂഡ് ലിമിറ്റഡ് ആണ്. ഇതാണ് അതിന്റെ ഫോർമുല. വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. അതായത് നമ്മൾ റിയൽ ആയിട്ട് ബുദ്ധി കൊണ്ട് നമ്മൾ അവലോകനം ചെയ്ത് ഇതെത്തുവാണ്. മറ്റേ നമ്മൾ ഇപ്പൊ ഒരു സാധാരണ ഒരാളെ എടുത്താൽ മതി, മറ്റേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. സിംപ്ലി ഇതായിട്ട് എടുക്കുക. ഒരു കുട്ടി വന്ന് ഇത് ഇതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിന്റെ തിയറം ഇതാണ്, പൈത്തഗോറിയൻ തിയറം. വി അക്സെപ്റ്റ്. അപ്പം ഈ രണ്ട് ആംഗിള് അവിടെ നമ്മൾ ഉണ്ട്. ഈ രണ്ടെണ്ണം ഉള്ളപ്പോ തന്നെ ഇതിന്റെ രണ്ടും ഒരു ഓപ്പോസിറ്റ് എതിർത്ത് വരുവാണെങ്കിലും ഡയലക്റ്റിക് പോലെ വരുവാണെങ്കിലും അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വെർട്ടിക്കൽ പോൾ ആയിട്ടുള്ള രണ്ട് ഓപ്പോസിറ്റ് ആ ഇമാനന്റും ആ ട്രാൻസെൻഡന്റലുമായിട്ടുള്ള ആ സാധനം, ആ മണ്ഡലം ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നിട്ട് പെർഫെക്ഷനിൽ വന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ലെവലിൽ വന്നിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഈ രണ്ടൊരു എക്സാമ്പിൾ എടുക്കുമ്പോഴേ ഈ രണ്ട് എക്സാമ്പിൾ കുട്ടിയുടെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഈ പറയുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇതില് എവിടെ കൊണ്ടുവരും? ഇതില് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോ തന്നെ നമ്മൾ ഇത് രണ്ടും പറയുമ്പോ ഇപ്പൊ ഒരു മൈൻഡ് ലെവല് സാധാരണ ഒരാൾ എടുക്കുക. അപ്പൊ നമ്മളെടുത്ത് ഇത് പറഞ്ഞു. ആദ്യം കുഞ്ഞായിരുന്നപ്പോ നമുക്ക് പറഞ്ഞു തന്നു, ഇത് മനസ്സിലാക്കി. പിന്നെ പറഞ്ഞ തിയറം ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ അത് വെച്ചു. അപ്പൊ അത് നമ്മൾ അതേ കടുപ്പടി അക്സെപ്റ്റ് ചെയ്യാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഇത് ഇതിന്റെ ട്രൂത്ത് അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് അത് ഇമനന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പൈത്തഗോറിയൻ പ്രിൻസിപ്പിൾസ് വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ അത് എങ്ങനെ, ഏത് പ്ലെയിനിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ പിന്നെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, syllogism which descend or ascend between generalities and particulars. അപ്പോൾ deductive reasoning which leads to generalities and particulars, അതായത് to theorems or axioms or other, they are meant to yield various degrees of certitude. അപ്പം നമ്മൾ ഇൻഡക്ഷൻ അല്ല, എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടുന്ന നിഗമനമല്ല, അല്ലാതെ റൂൾസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്, തിയറംസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡിഡ്യൂസ് ചെയ്തത്. സിലോഗിസം ഇസ് ഡിഡക്റ്റീവ് റീസണിങ്. അപ്പൊ ആ ഡിഡക്ഷൻ തന്നത്, ആ ഡിഡക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഫലം എങ്ങനായിരിക്കാമെന്ന് കിട്ടുന്നത്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? കാരണം വേറെ ഏതാണ്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരു നിഗമനത്തിൽ എത്തിയിട്ട് ഒരു റൂൾ സ്റ്റേറ്റ് ചെയ്തു. ഇത് നേരെ മറിച്ച് റൂളുണ്ട്, ആ റൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചില സെറ്റ് ഓഫ് ഡിഫറെന്റ് പിന്നെ ഇപ്പം ഈ ക്രിയേറ്റഡ് സെയിം ഡിസെൻഡിങ് എന്നും പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കുന്നു,
ആ ഡിഡക്ഷൻ പ്രകാരം, എന്നിട്ട് തിരിച്ച് റിവേഴ്സിൽ പോയിട്ട് നോക്കുമ്പോൾ അതേ റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോഴും നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടുന്ന രണ്ട് ട്രൂത്ത് വ്യത്യസ്തമായ ട്രൂത്ത് അല്ല, അതേ ട്രൂത്ത് തന്നെയാണ്. സെൻട്രൽ ട്രൂത്ത് ഇത് ലാസ്റ്റ് ആ സെക്ഷനിൽ താഴെ പറയുന്നുണ്ട്, ദ സെൻട്രൽ ട്രൂത്ത് ഇസ് നീദർ പ്യൂർ നോർ പ്രാക്ടിക്കൽ ബട്ട് എ റിസൾട്ടന്റ് ഓഫ് ബോത്ത്. അപ്പൊ പ്രാക്ടിക്കലിൽ നിന്നും പ്യൂർ കിട്ടി. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ വരുമ്പം ഇതിനകത്ത് നന്നായിട്ട് മാത്തമാറ്റിക്സ് ഉണ്ട്. ഒരു വശത്ത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചു, അതായത് ജോമെട്രി ഉപയോഗിച്ചു. The aspirate geometric എന്ന് പറയുന്നത് that is a French word used by the philosopher Pascal. അപ്പൊ ബ്ലേസ് പാസ്കൽ എന്ന്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ആ മാത്തമാറ്റിക്കൽ ലോജിക്കും അല്ലാതെ ഈ പ്രോസസ് ഓഫ് തിങ്കിങ്ങും അത് ഉപയോഗിച്ചല്ലേ പിന്നെ ചിന്തിച്ചിട്ടാണ് ഇതിലോട്ട് വന്നത്. പക്ഷെ ഇത് സർട്ടിറ്റ്യൂഡ് വേണമെങ്കിൽ, അതായത് പ്രൂഫ് പെർഫെക്റ്റ് ആവണമെങ്കിൽ, ഉറപ്പുള്ളതായിരിക്കണമെങ്കിൽ എന്തോ വേണം? ഈ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏത് മേഖലയിൽ നിന്ന് വേണം ചെയ്യാന്? ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദ ലെവൽ ഓഫ് ദ ഇമാനന്റ് ആൻഡ് ദ ട്രാൻസെൻഡന്റൽ എന്ന് പറഞ്ഞാൽ അന്തർലീനമായ ഒരു പവർ ഉണ്ട്. ആ പ്രസൻസ് ബിയോണ്ട് ദ മൈൻഡ് ആണ്. ദ്വന്ദ്ങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ലെവലില് ബിയോണ്ട് ദ മൈൻഡ് ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ഈ ഇൻഫോർമേഷൻ അതിന് എന്തുകൊണ്ട് one neutral certitude that resides in the core, that comes out of that core of consciousness എന്ന് പറയാം. അല്ലെങ്കിൽ this certitude having a subjective എന്ന് പറഞ്ഞാൽ അറിയാം, ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ കാമ്പായിട്ടുള്ളത് transcendental come immanent order of its own. This certitude, that is a ഉറപ്പ്, having a subjective transcendental come immanent order of its own, properly belongs to a normative science of the absolute. എന്ന് ചുരുക്കി പറഞ്ഞാൽ ഏത് സയൻസ് പഠിക്കുകയാണെങ്കിൽ, മെറ്റാഫിസിക്സ് ആയാലും അല്ലാത്ത സയന്റിഫിക് സൈഡിൽ മറ്റേ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ സയൻസിനെ കുറിച്ചായാലും നമ്മൾ പഠിക്കണമെങ്കിൽ, അതിന്റെ ട്രൂത്ത്സ് മനസ്സിലാവണമെങ്കിൽ, അതിന്റെ റൂൾസ് ഒക്കെ പിന്നെ ഹൈപ്പോത്തസിസും തിയറീസും ഒക്കെ പ്രപ്പോസ് ചെയ്യണമെങ്കിലും അതിലെത്തണമെങ്കിലും നമുക്ക് എവിടെ ഫ്രം ദ കോർ ഓഫ് കോൺഷ്യസ്നസ് അങ്ങനത്തെ ഒരു സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിൽ നിന്ന് മാത്രം നമുക്ക് അതിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഇവിടെ പറയുന്ന പോയിന്റ്. That is the normative science of the absolute, the core of the consciousness from where integrated thoughts arise. That is the normative science of the absolute. That is how we will have that integrated science of the absolute. Because ആ ആബ്സല്യൂട്ടിന്റെ പെർവ്യൂയിലാണ് വേറെ എല്ലാം വരുന്നതെന്ന് ഇൻ ഷോർട്ട്. അത് നോർമേറ്റീവ് ആണ്, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നോംസ് എല്ലാം അത് പ്രകാരം അത് ഒരുപോലെ അങ്ങനെ പോകുമെന്ന് അതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞ ശേഷമാണ് അവര് പറയുന്ന ഇത് വേദാന്തിക് ഫിലോസഫിയിൽ വേറെ ഒരു രീതിയിൽ നമ്മൾ പറയും പെർസീവർ, പെർസീവ്ഡ് ആൻഡ് ദ പെർസെപ്ഷൻ, അതായത് അല്ലെങ്കിൽ എക്സ്പീരിയൻസർ, ദ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ദ എക്സ്പീരിയൻസ്, അങ്ങനെ വേദാന്തിക് ഫിലോസഫിക്കിൽ പറയും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുമ്പം കോർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് ട്രാൻസെൻഡന്റൽ കം ഇമാനന്റിൽ വന്ന് ആ തലത്തിൽ നിൽക്കുമ്പം അവിടെ ഈ അകത്തുള്ള സബ്ജക്റ്റീവായ ഈ കുട്ടികളോ ഈ പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ സയന്റിസ്റ്റോ ഈ ചെയ്ത് വരുന്ന രീതി ഇൻഡക്റ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ആയിക്കോട്ടെ റീസണിങ്, അവര് അത് ചെയ്യുമ്പം ഈ ചെയ്യുന്നവൻ അത് എക്സ്പീരിയൻസർ ആണ് അല്ലെങ്കിൽ ടെസ്റ്റർ ആണ്, ടെസ്റ്റ് ചെയ്യുന്ന എന്തോ. എന്നിട്ട് എന്തിനെ ടെസ്റ്റ് ചെയ്യുന്നു? വേറെ ഏതാണ്ട് ഒരു സാധനം. ഇവിടെ മാത്സിൽ ഇത് പൈതോഗ്രിയൻ തിയറമാണ്. ദ ടെസ്റ്റർ ഉണ്ട്, ടെസ്റ്റഡ് ഉണ്ട്, ആൻഡ് ടെസ്റ്റിംഗ് ഇസ് ദർ. അപ്പോൾ ആ ചിന്ത, ആ ആക്ടിവിറ്റിയും ആ തോട്ട് പിന്നെ തോട്ട് എവല്യൂഷനിൽ, ആ തോട്ട് എവല്യൂഷൻ ദാറ്റ് ലീഡ്സ് ടു ദ തിയറി, അതില്
ഈ 3 കോമ്പണൻസ് ഉണ്ടാകാൻ പാടില്ല. അതാണ് പറയുന്ന ട്രൈബേസിക് പ്രെജുഡിസ് ഇൻ തോട്ട്. ത്രിപുടി അത് വേറെ വേറെ ആയിട്ട് നിൽക്കരുത്. അത് 3ഉം ഒന്നാവണം. ഇൻ എ ഫെമിലിയർ പാർലാൻസ്, അത് എഴുതിയിട്ടില്ലേ? ഇൻ ദ ഫെമിലിയർ പാർലാൻസ് ഓഫ് വേദാന്ത ഫിലോസഫി, ദിസ് വേ ഓഫ് റീസണിങ് or thinking is referred, reasoning are better, is referred to as the one that abolishes tripudi. നമ്മൾ ഇങ്ങനെ ഈ ആബ്സല്യൂട്ട് തരത്തിൽ കോർ ഓഫ് കോൺഷ്യസിൽ നിന്ന് റീസൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ത്രിപുടി മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ കുട്ടിയോ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത്, ചിന്തിച്ച് ലോജിക് പ്രകാരം ചിന്തിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റർ and what is being tested, the maths or the geometry that ഈ പറയുന്ന ഈ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ വേദാന്തിക് സെൻസിൽ വരും എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ഈ ഇത് ഒരു ഇപ്പൊ ഐസക് ന്യൂട്ടന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം അത് നോക്കി ഇത് വന്നു, താഴെ വീണു, ഗ്രാവിറ്റേഷണൽ കോൺസെപ്റ്റ് ഇതൊക്കെ വന്നു. ഇതിന് ഇപ്പം എന്താണ് അപ്പൊ ഇത് വരുമ്പം ഇപ്പൊ വേദാന്തിക്ക് അപ്പൊ ഐസക് ന്യൂട്ടനിന്റെ ആ ചിന്തിക്കുന്ന ആ സമഗ്രമായ ചിന്തിക്കുന്ന മേഖല ആണോ ഇല്ലയോ അത് അവിടെ വിടാം. അവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഹീസ് പെർസീവിങ് സംതിങ് ഓർ തിങ്കിങ് ഓഫ് സംതിങ് ഓർ സീയിങ് സംതിങ്. അപ്പോ ഹീസ് ദ സീയർ. And what is he seeing? The apple falling. So that is a seen thing, the thing that is being seen. And what is he doing? Seeing. So if there is no demarcation in this seer, seen and seeing, ഈ തലം വ്യത്യസ്ത തലം ഇല്ലെങ്കിൽ അതെല്ലാം ഒന്നായാൽ എന്ന് പറഞ്ഞാൽ നീ കാണുന്ന എന്തൊക്കെ ബാഹ്യ ലോകത്തിൽ വേദാന്തിക് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നീ പുറത്ത് കാണുന്നത് അത് പുറത്ത് കാണപ്പെടുന്ന സാധനത്തിന് നീ കാണുന്നത് നീ തന്നെയാണ്, നിന്റെ ഉള്ളിൽ ആ കോൺഷ്യസ്നെസ് തന്നെയാണ് അതിലാണ് പതിയുന്നതെന്ന് ആ ഒരു മീനിങ് പോലെ വരും. നമ്മൾ എന്തെങ്കിലും സയൻസ് പഠിക്കുവാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ് ലെവലിൽ നിന്ന് നമ്മൾ സമഗ്രമായിട്ട് ചിന്തിച്ചിട്ട് ആ സബ്ജക്റ്റ് എന്താണോ, നമ്മളെ തിയറി, ആ ട്രൂത്ത് എന്താണോ കണ്ടെത്താൻ നോക്കുന്ന അതും ആ ട്രൂത്തിലോട്ട് പോകുന്ന ആ ട്രൂത്ത് ഫാക്റ്റും, ഇത് മൂന്നും പിന്നെ വേറൊരു പോയാൽ ശരിയാവില്ല. പക്ഷെ അത് പോകാതിരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം എപ്പോഴാണ് നമ്മളെ ഈ ഇമാനന്റ് കം ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മളെ നോളജ് ഗ്യാദർ ചെയ്യുവാണെങ്കിൽ, എപ്പിസ്റ്റമോളജിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ നോളജ് നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് ട്രാൻസെൻഡന്റൽ കം ഇമാനന്റ് ഓർഡർ, ആ ഓർഡറിലുള്ളതാണെങ്കിൽ, അതായത് സയൻസിന്റെ ആബ്സല്യൂട്ടിന്റെ തലത്തിൽ ആണെങ്കിൽ, എന്നാൽ ആ 3 ട്രൈബേസിക് പ്രെജുഡിസ് ഇൻ തോട്ട് ഉണ്ടാവില്ല. അതായത് ത്രിപുടി ഉണ്ടാവില്ല. ത്രിപുടി ലയനം എന്ന് പറയും. ഗുരുജി നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നവനും കാണപ്പെടുന്ന സാധനവും പിന്നെ കാണുന്നതും ഇത് 3ഉം പിന്നെ എന്തെങ്കിലും ഗ്രഹിക്കുന്നതില് കാണുന്നത് അനുഭവിക്കുന്നതില് അത് പൂർണ്ണത എത്തണമെങ്കിൽ ഈ പിന്നെ ആബ്സല്യൂട്ടിന്റെ ആ ലെവലിൽ നിന്ന് വേണം അത് ഗ്രഹിക്കുകയോ കാണുവോ എക്സ്പീരിയൻസ് ചെയ്യുവോ പെർസീവ് ചെയ്യുവോ വേണം. അപ്പോൾ ത്രിപുടി ലയനം ഉണ്ടാവും. 3 ലെവൽസ് ഓഫ് തിങ്കിങ് വരില്ല. അല്ലെങ്കിൽ വെളി നോക്കിയിട്ട് അതാണ് സത്യം, അത് അതൊരു തോട്ട്, അകത്തെ വേറെ ഒരു സെൻസേഷൻ, ഇത് വേറെ ഒരു തോട്ട്, ആ കാണുന്നു എന്നുള്ളൊരു വേറെ ഒരു തോട്ട്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇത് 3 മെർജ് ചെയ്ത് വന്നാലാണ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോഴാണ് സെർട്ടിറ്റ്യൂഡും ഉറപ്പും പിന്നെ സത്യവും ട്രൂത്തും പ്രൂഫും എല്ലാം വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എല്ലാത്തിലും ഒരു സെർട്ടിറ്റ്യൂഡ് വരുന്നത്. എല്ലാ സയൻസിനും
ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ആ ഇന്റഗ്രേറ്റഡ് സയൻസ്, ആ ആബ്സല്യൂട്ടിന്റെ ആ സയൻസ് അത്രയും ഇന്റഗ്രേറ്റഡ് ആണ്. അതിനകത്ത് സമഗ്രമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റും. അതന്നെ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ വരെ ത്രിപുടി ഇല്ലാതെ ആവണം. അതായത് all these should merge. ഈ ലയനം കണക്ക് തന്നെയാണ് ഈ പറയുന്ന സയൻസിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും രണ്ടുകൂടി മെർജായി സെൻട്രൽ ട്രൂത്തില് അത് മെർജായി. ട്രൂത്ത് ഇസ് ദ തേർഡ് കോമ്പണന്റ്. അതാണ് ട്രൈ ബേസിക് ആയിട്ടുള്ള പാർട്ട്. 3 പാർട്ട് അതാണ്. ഒബ്ജക്റ്റ്, സബ്ജക്റ്റും പിന്നെ പറഞ്ഞ subject, the one who is thinking about the problem. Object will be it could be inductive and deductive part comprising the subject and the object എന്ന് പറയാം വിചാരിക്കാൻ. ഈ 3 എക്സിസ്റ്റ് ചെയ്യരുത്. ഇത് 3 മെർജ് ചെയ്യണം. It should be interpreted in that vertical axis of that കോർ കോൺഷ്യസ്നെസിന്റെ ആ ലെവലിൽ അത് അഡ്രസ് ചെയ്താൽ നമ്മുടെ ഈ ഫിലോസഫർ ആയാലും ഫിലോസഫി ആയാലും ബേസ് ആയിട്ട് നിൽക്കുന്ന എന്താണോ ഉള്ളത്, ഇത് 3 സയന്റിഫിക് തത്വവും സയന്റിസ്റ്റും സയന്റിഫിക് പ്രിൻസിപ്പിളും. എന്തായാലും ഇത് 3 യഥാർത്ഥത്തിൽ വ്യത്യസ്തമല്ല. 3 ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് നിൽക്കുന്ന പ്ലെയിൻ ഈ പറയുന്ന അപ്പൊ അതാണ് അതിനെ കുറച്ചുകൂടി ലൂസഡ് ആയിട്ടാണ് ഇത്ര കൂടി ആസ്പെക്റ്റില് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം അബ്സല്യൂട്ട് ഇത് വരാന് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് പിന്നെ അവസാനം ഇദ്ദേഹം ഈ പറയുന്നുണ്ട്, ഇപ്പൊ ട്രയൽ ആൻഡ് എറർ മാത്രം എടുക്കുവാണെങ്കിൽ അത് ഒരു വളരെ ലോവർ ലെവലായിട്ടുള്ള ഭയങ്കര ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ലോജിക്കൽ മറ്റേത് പോവുകയാണെങ്കിൽ ഒരു ഗ്ലോറിഫൈഡ് ഗസ് വർക്ക് എന്നേ പറയാൻ പറ്റുമോ. ഈ സാമ്പിളിങ്ങും ഇതേ കണക്ക് പ്രോബിലിറ്റീസ് പറഞ്ഞാലും അതിന് സർട്ടിറ്റ്യൂഡ് കുറവാണ്. ഇദ്ദേഹം പറയുന്നത് പിന്നെ ഒരു കാര്യം നല്ല ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മോൻ പറഞ്ഞ കാര്യം, ശരത്തി പറഞ്ഞ കാര്യം, ഈ പൈത്തോഗ്രിയൻ തിയറത്തില് ഇമാനന്റ് എന്ന് പറയുന്ന ആ സ്റ്റുഡൻസിന്റെ ആ പ്രാക്ടിക്കൽ ഇമാനന്റ് ട്രൈബേസിക് സിറ്റുവേഷനിന്റെ, അതായത് ആ 3 എണ്ണത്തിന്റെ ആ പാട്ടെന്ന് പറയുന്നതിൽ ഇമാനന്റ് ആസ്പെക്ട് ഓഫ് ഇറ്റ് ഈസ് represented by the activity of the school children dealing with the actual triangles and squares cut on paper. Anal transcendental corresponds to the same tribasic situation, which is more generalized and abstracted version of the horizontal tribasic situation. നമ്മൾ പറഞ്ഞില്ലേ ഡിഡക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന്. ആ ലെവല് ജനറലൈസ്ഡ് ആയിട്ട് വന്നിട്ട് ആ ഡിഡ്യൂസ് ചെയ്ത് വരുന്നത്. The proof of the Pythagorean theorem results when, അപ്പോൾ അതിന്റെ സത്യം ശരിക്കും വരണമെങ്കിൽ, സർട്ടിറ്റ്യൂഡ് വരണമെങ്കിൽ, the proof of the Pythagorean theorem results when both the immanent and the transcendental approaches cancel themselves. ഇല്ലേ? വെരി ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഇസ് മെൻഷൻ. അതായത് ഇവർ ക്രിയേറ്റ് ചെയ്ത ആ എക്സ്പെരിമെന്റും മറ്റേ ഡിഡ്യൂസ് ചെയ്തതും, അതായത് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ക്യാൻസൽ ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ ഇറ്റ് വിൽ cancel themselves only out into a central certitude which is truly absolutist and neutral. അതായത് ആ തലത്തിൽ വേണം നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോൽ ഇത് ഡീൽ ചെയ്യാൻ. വി ഹാവ് ടു യൂസ് ദറ്റ് ഇമാനന്റ് ആൻഡ് ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള 2 ആക്ടിവിറ്റിയും നമ്മൾ ഉപയോഗിച്ച കോർ ഓഫ് ദ കോൺഷ്യസ്നെസ് ലെവലിൽ പോയാലേ ഉള്ളൂ നമുക്ക് സെൻട്രൽ സർട്ടിറ്റ്യൂഡ് ആൻഡ് കിട്ടു, and that will be based on truly absolutist, and it will be neutral. This neutral seat at the core of the consciousness is the correct epistemological source of all scientific or metaphysical certitude. എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ഉള്ള എല്ലാ
സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ തോട്ട്സോ ഇന്റഗ്രേറ്റഡ് തോട്ട്സ് വരുവാണെങ്കിലേ ഉള്ളൂ ആ തലത്തില്, എന്നാലേ ഉള്ളൂ സയന്റിഫിക് ആയാലും മെറ്റാഫിസിക്കൽ ആയാലും അവിടെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയ തിയറീസ് അല്ലെങ്കിൽ ഉറപ്പ് ആയ തിയറീസ് അങ്ങനെ വരുന്നതെന്ന്, സത്യം തെളിയുന്നതെന്ന് ആണ് അവർ പറഞ്ഞ് അവിടെ നിർത്തുന്നത്. അപ്പൊ അതേ ഉള്ളൂ. പിന്നെ അവരങ്ങോട്ട് പോയി പറയുന്നത് മറ്റേതെല്ലാം ഡിഡക്റ്റീവ് ബൈ ഇറ്റ് സെൽഫ് ഇസ് നോട്ട് സാറ്റിസ്ഫാക്ടറി, ട്രയൽ ആൻഡ് എറർ ബൈ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ഗിവ് സർട്ടിറ്റ്യൂഡ്, ഇല്ലേ താഴെ പറയുന്നുണ്ട്. ഇത് essentially the essence of the dialectical method can be seen here to be incorporated naturally into a kind of speculative reasoning, both experimental and axiomatic. ഇപ്പൊ കണ്ടില്ലേ, എക്സ്പെരിമെന്റൽ പൈതോഗറൻ തിയറം പിള്ളേർ വരച്ചു, ആക്സിയോമാറ്റിക് തിയറമായിട്ട് കിട്ടി, മനസ്സിലായോ? അപ്പൊ രണ്ട് രീതിയുണ്ട്. അപ്പൊ ഈ രണ്ട് രീതി ഉപയോഗിച്ച് ഇതിനകത്ത് മാത്തമാറ്റിക്സും ലോജിക്കുമാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആ മറ്റേ തലത്തിൽ ഉള്ളിലുള്ള ആ ഇൻഹെറന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസൻസ് ബിയോണ്ട് മൈൻഡ് ഉള്ളത്, അതിനെ ആ തലത്തിൽ നിന്ന്, ആ എഫൾജൻസ് എന്ന് പറയുന്നത് അതിൽ നിന്ന്, അങ്ങനത്തെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ അത് അനലൈസ് ചെയ്താലേ കിട്ടുള്ളൂ. സോ ദ സെൽഫ് കോൺഷ്യസ്നെസ് ഓഫ് മാൻ understood under the notion of the absolute. That's a beautiful part of it. The self-consciousness of man understood or experienced under the notion of the absolute, the effulgence, is what finally gives certitude to all. അവന് ആ ലെവലിൽ എത്തിയവൻ, അതായത് സെൽഫ് കോൺഷ്യസ്നെസ് ലെവലിൽ എത്തിയവൻ ഏതെങ്കിലും അതിന്റെ പെർസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർസെപ്ഷനിൽ എന്തോ ഉണ്ടാവും, കംപ്ലീറ്റ്നെസ് ഉണ്ടാവും. ഇൻ വാട്ട് ഫൈനലി ഗിവ്സ് സർട്ടിറ്റ്യൂഡ് ടു ഓൾ. കാണുന്നതിലെല്ലാം സർട്ടിറ്റ്യൂഡും ട്രൂത്തും കാണും. ഓർ എനി മിസലേനിയസ് സർട്ടിറ്റ്യൂഡ് വി സീക്ക് ഇൻ ലൈഫ്. വേറെ എവിടെയാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അവിടൊക്കെ അത് വരും. അത് കഴിഞ്ഞിട്ട് അതാണ് വേണ്ടിയതെന്ന്. അപ്പൊ പിന്നെ പറയുന്നത് ബാക്കി സൈലോജിസ്റ്റിക്, അതായത് ഡിഡക്റ്റീവ് റീസണിങ് is only a lukewarm or feeble version of the same certitude. അവിടെ നല്ല സർട്ടിറ്റ്യൂഡ് കിട്ടൂല, ഉറപ്പ് കിട്ടത്തില്ല റീസണിങ്ങിൽ നിന്നും. മെനി അതർ ഫോംസ് ഓഫ് എറിസ്റ്റിക് ഓർ സോഫിസ്റ്റിക് റീസണിങ്, അതും മെച്ചമല്ല. എറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കശാസ്ത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഏതോ ശരിയായ അല്ലാതെ നമ്മള് ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ആവശ്യം. അങ്ങനെ ഓപ്പൺ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അപ്രോച്ച് എന്ന് വരണമെങ്കിൽ ഇരിക്കുന്ന ആ സയന്റിസ്റ്റ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഒരു കോൺഷ്യസ്നെസ് എന്ന ഉള്ളിലെ ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ആ സയന്റിഫിക് പ്ലെയിനിൽ ഒരു അപ്രോച്ച് നടത്തിയാൽ അവിടെ വരുന്ന ഉത്തരം ഒരു സർട്ടിറ്റ്യൂഡ് ഉള്ളതായിരിക്കും. അതിന് ഒരു എറിസ്റ്റിക്കോ ആയിട്ടുള്ള ഒരു നേച്ചർ കാണില്ല. സൊഫിസ്റ്റിക് ആയിട്ട് കൊണ്ടും കാണത്തില്ല. സൊഫിസ്റ്റിക് ആയിട്ട് ട്രൂ ആവണമെന്നില്ല. അത് ക്യാൻ ബി എ ഡിസെപ്ഷൻ ഓൾസോ, നോട്ട് കറക്റ്റ് റീസണിങ്. ഇത് ട്രയൽ ആൻഡ് എററും എക്സ്പെരിമെന്റേഷനും അതും അതിന്റെ ആ ലോജിക്കൽ റീസണിങ്ങും തരത്തില്ല. ഒന്നിനും പൂർണ്ണമായി പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള രണ്ടത് ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഇത് ഈ പ്ലെയിനില് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നായിരിക്കും. അപ്പോ അതുകൊണ്ട് ഈവൻ ദ ഇൻഡക്റ്റീവോ ഹൈപ്പോത്തറ്റിക്കൽ മെത്തഡ് ബൈ ഇറ്റ് സെൽഫ് ഓൾസോ ഈസ് എ ഗ്ലോറിഫൈഡ് ഗെസ് വർക്ക്. മീൻസ് അവിടെയും സർട്ടിറ്റ്യൂഡ് ഇല്ല. ദ മെത്തഡ് ഓഫ് സാമ്പിളിംഗ് based on statistical averages and probabilities, that also has a weaker form of certitude. Probabilityയും പോസിബിലിറ്റീസും എല്ലാം വെച്ച് നോക്കുമ്പം നമുക്ക് പ്ലെയിനിലോ
മെറ്റാഫിസിക്കൽ പ്ലെയിനിലോ രണ്ടുപേരും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സയന്റിഫിക് പ്ലെയിൻ അയാളുടെ വർക്ക് എന്ന് പറയുന്നത് അബ്സല്യൂട്ടിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ്. ഈ പറയുന്ന അബ്സല്യൂട്ടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നിൽക്കുന്ന ആളും അയാളുടെ ഒരു പഠനവും ഒരു സയന്റിഫിക് പ്ലെയിനിൽ കൂടെ വേണം. അത് ഒരു വെറും മിഥ്യാബോധത്തിലൂടെ പോയിട്ടും കാര്യമില്ല. പോയാലും പറ്റത്തില്ല, ബിലീഫും മറ്റേതൊന്നും പറ്റത്തില്ല. റിയലി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഈ രണ്ട് പ്ലെയിനിലുള്ള ആളുകളും when they move forward, it is always better that the approach should be somewhere in between. എങ്കിൽ മാത്രമേ അവർക്കൊരു ട്രൂത്തിൽ എത്താൻ പറ്റുള്ളൂ. കാരണം രണ്ടായാലും ട്രൂത്ത് മാത്രമേ ഉള്ളൂ, രണ്ടും വ്യത്യസ്തമല്ല. അബ്സല്യൂട്ട് ആയാലും അത് അതിൻ്റെ അകത്തുള്ളത് സയൻസ് തന്നെയാണ്, സത്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നേരെ തീർച്ചയായിട്ട് തന്നെയാണെങ്കിലും ഈ സയന്റിഫിക് പ്ലെയിനിലായാലും ഫൈനലി വരുന്ന അവർ കുറെ ട്രൂത്തുകൾ കണ്ടുപിടിക്കുകയാണ്. അത് തന്നെയാണ് നിലവിലുള്ളത്. അപ്പം ആ ലാംഗ്വേജും ഇതിന്റെ ഒരു മിക്സ്ചറായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനൊരു നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇങ്ങനെയും പറയാം, ഒബ്ജക്റ്റീവ് റിയാലിറ്റി സബ്ജക്റ്റീവ് റിയാലിറ്റി വേർപെട്ട് നിന്നാൽ ശരിയാക്കില്ല, രണ്ടും മെർജ് ചെയ്യണം. അതാണ് ഡയലക്റ്റിക്കിന്റെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ്നെസിന്റെ ലെവൽ നിൽക്കാതെ പുറത്തെ സാധനങ്ങൾ കണ്ടിട്ട് അത് റിയാലിറ്റി ആണെന്ന് വിചാരിക്കും. പുറത്തെ സാധനത്തിനെ തള്ളിക്കളഞ്ഞിട്ട് അകത്തെ മാത്രം നോക്കിയാലും അതും ഒരു സബ്ജക്റ്റീവ് റിയാലിറ്റി. രണ്ടും കാണണം. രണ്ടും കാണാൻ അകത്തേതിനെ കാണണം. ആ ആബ്സല്യൂട്ടിനെ തന്നെ പിന്നെ വേണം, ആബ്സല്യൂട്ട് ആയിട്ടുള്ളതിനെ വേണം. പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള പുറത്തതിനെ നോക്കരുത്, നോക്കിയാലും അതിനും അതും ഇതും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പറയുന്ന ഈ പ്രാക്ടിക്കൽ വേൾഡും മനസ്സിലും. ഒബ്ജക്റ്റീവും റിയാലിറ്റിയെ നമ്മള് ഒരു ട്രൂത്തിന്റെ പ്ലെയിനിൽ വേണം കാണാൻ. അല്ലേ? സോ prayer, രണ്ടുപേർക്കും we humbly bow and surrender ourselves to the all-pervading effulgence of the Absolute. Only by the help of the Absolute could we understand anything. Hari Om.